ഗുഡ് മോർണിംഗ് സാർ. അത് തന്നെയാ സാർ. ആ ഫ്ലാറ്റ് നമ്പർ 401 കുറിച്ച് പറഞ്ഞിരുന്നില്ലേ സാർ? അവര് 1 മാസത്തെ സാവകാശം കൊണ്ട് ചോദിക്കുന്നുണ്ട് സാർ. അതല്ല സാർ. ശരി സാർ, അങ്ങനെ പറഞ്ഞേക്കാം. തീർച്ചയായും സാർ, പറയാം സാർ. ഡോണ്ട് വറി ബാനു. എനിക്ക് അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഭാനുമതി പങ്കുചെന്നുള്ള നെയിം പ്ലേറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. ചേട്ടൻ എന്നും കള്ളു കുടിച്ചിട്ട് വന്ന് ചേച്ചിയോട് വഴക്കുണ്ടാക്കുന്നു. എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു. മാനക്കേട് സഹിച്ച എത്ര കാലം വെച്ചാ അവിടെ. നീ ടെൻഷൻ ആകാതെ, അദ്ദേഹം എങ്ങനെയെങ്കിലും ബിൽഡറെ കൺവിൻസ് ചെയ്യും. സോറി മാഡം, ബിൽഡർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ബാലൻസ് എമൗണ്ട് കെട്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്ക്. അതിന് 1 മാസം കൂടി സമയം തരണം. നിങ്ങൾ കണ്ടതല്ല ഞാൻ എത്രമാത്രം കെഞ്ചിയെന്ന്. ഈ ചെറിയ എമൗണ്ട് കെട്ടാൻ പറ്റുന്നില്ല. ബാലൻസ് എങ്ങനെ അടയ്ക്കും? 1 മാസത്തെ സമയം കൂടിയല്ലേ ചോദിച്ചല്ലോ രമേശ്. മാഡം, അത്ര ടൈം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് പണം അടയ്ക്കാൻ കഴിയില്ല. ഇനി എന്ത് ചെയ്യണം പറയൂ. ശരി രമേശ്, വേറെ വഴിയില്ലെങ്കിൽ ഞാൻ തന്ന അഡ്വാൻസ് എനിക്ക് തിരിച്ചു തന്നേക്ക്. എന്ത് അഡ്വാൻസോ? അതെ, അഡ്വാൻസ് റീഫണ്ട് ചെയ്തേക്ക്. അഡ്വാൻസ് ഒന്നും റീഫണ്ട് ചെയ്യാൻ കഴിയില്ല. എന്തായി പറയുന്നത്? 2 ലക്ഷം രൂപയാ. ഞാൻ എത്ര പാടുപെട്ട് സമ്പാദിച്ച പൈസയാന്നറിയോ? തിരിച്ചു തരില്ലെന്ന് പറഞ്ഞ? അത് നിങ്ങൾ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കണമായിരുന്നു. രമേശ് പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ചത്തെ സമയം തരാം. അതിനുള്ളിൽ കെട്ടിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. ഫ്ലാറ്റ് വാങ്ങിച്ചോ ബാനു? ജോലി പോയാലും നിനക്ക് ഈ വീടെങ്കിലും ഉണ്ടാവല്ലോ. ഡോണ്ട് വറി, ഈ ഫ്ലാറ്റ് നിനക്കുള്ളതാ. അതെ, എന്റേതാണ്. എന്നായാലും ഇത് എന്റേതാ. അതെ, ആ എനർജി ഡ്രിങ്ക് കമ്പനിയില് എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു. അതാ വേറെ നിങ്ങൾ ജോബിൽ ഷിഫ്റ്റ് ആവാന്ന് വിചാരിച്ച്. അങ്ങനെയല്ല, ഞാനെന്താ പ്ലീസ്. നിങ്ങളുടെ നമ്പർ എനിക്ക് സർവണനാ തന്നത്. നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു. കമ്പിളി കുത്തി കലാപ കലുഷിത ജീവിതമാടേണം. സ്വപ്നത്തിൽ കൂണുമെല്ലേ വേരറ്റു വീണുപോയാ ഏതു കൈകളാണോ താങ്ങു നൽകി തണുക്കാൻ. എന്തു പറയ് ബാനു. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 50,000 റുപ്പീസ് വേണം. സോറി ബാനു, എന്റെ അടുത്ത് അത്രയൊന്നുമില്ല. സാരല്ല, ഒരു 25,000 റുപ്പീസ് എങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സോറി ഡി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നമുക്കുള്ളത് മാത്രമേ നമുക്ക് കിട്ടൂ. നമുക്ക് വിധിച്ചിട്ടില്ലാത്തത് നമുക്ക് കിട്ടില്ലടി. പറയൂ, ഇതാ വരുന്നു. ഏതാ നമുക്ക് വിധിച്ചിട്ടുള്ളത്, ഏതാ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് ട്രൈ ചെയ്താലല്ലേ അറിയൂ. കാശ് തരാൻ ആരും വരില്ല. അഡ്വൈസിന് മാത്രം എല്ലാരും വന്ന് നിൽക്കും. സ്വപ്നത്തിൽ കൂടുമല്ലേ ഏററ്റു വീണുപോയാ ഏതു കൈകളാണോ. ഇത്രയും കാലം നീ കുടിച്ചത് എന്റെ വരുമാനത്തിലാ. അതിലെന്തേലും കലർത്തി തന്ന് പറഞ്ഞയക്കും ഞാൻ. ചേച്ചി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഒച്ച വയ്ക്കാതെടോ. അവളെ എന്തെങ്കിലും പറഞ്ഞ് കൊന്നു കളഞ്ഞാൽ. എന്തിനാ വെറുതെ കിടന്ന് ചലിക്കുന്നത്? അതൊക്കെ എനിക്കറിയാം. അറിയാതെയാണോ ഇത്രയും കാലം ജീവിച്ചത്? റെഡ് ഷർട്ട് ഇട്ട് ഡാൻസ് കണ്ടു. തിമിർക്കുവാണല്ലോ. ഡാൻസ് കളിക്കി. ശരിയാ, പൊളിച്ചെടുക്കുക. ഹീറോ ആയാലേ ഹീറോയിനെ നമ്മുടെ കൈ കിട്ടില്ല. കയ്യും കൊണ്ട് പറക്കും. ആ രണ്ടാമത്തെ ഐറ്റത്തിന് വരാൻ പറഞ്ഞു. മതി. ഇനിയും നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ആ സ്ഥലത്ത് ഒരു ഫ്ലോ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സാർ. പിന്നെ ഡയലോഗ്സ് സാർ. സാറേ എന്തുവാടേ? അതെ സാർ, ഞാൻ പറയേണ്ട ഡയലോഗ് ഡയറക്ടർ എന്റെ ക്യാരക്ടറിന് ഡയലോഗ് തന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയും പറഞ്ഞോ? ആ സാർ, ഇത് ന്യൂസ് പേപ്പറാ. അതിൽ തന്നെ ഉണ്ട്, നോക്കടേ. സാർ അവസാനം ഇരിക്കുന്ന അതാണോ? ആ അത് തന്നെ. ഓക്കെ സാർ. സാർ ഓക്കെ. അവൻ ഇവൻ യവൻ ആരായിരുന്നാലും ശരി, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്.
എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഇനി 2 ദിവസത്തിൽ ഓഡീഷൻ ഉണ്ടോ? ആ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അതിൽ സെലക്ട് ആയ ലൈഫ് തന്നെ മാറും. ഓക്കെ, ഗുഡ്. താങ്ക്സ് ഡാ. സിനിമയിൽ ജയിക്കണമെങ്കിൽ പേഴ്സണാലിറ്റി മാത്രം പോരാ, അല്പം ഭാഗ്യവും വേണം. മലയാള സിനിമ എന്നെ അംഗീകരിക്കുന്നുള്ള ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുണ്ട്. അവർ തന്ന ഡയലോഗ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. എല്ലാം പിന്നെ സക്സസ്സാ. സിനിമയിൽ എപ്പോഴും ചെറിയ സക്സസ് ആദ്യം വരിക. അതിനെങ്ങനെയെങ്കിലും സ്റ്റഡി ചെയ്ത് അതിനെ വലിയ സക്സസ് ആയി മാറ്റണം. ബോഡി ലാംഗ്വേജിനേക്കാളും ഡയലോഗാണ് ഇമ്പോർട്ടൻറ്റ്. ഡയലോഗ് അവൻ ഇവൻ ആരാണെങ്കിലും ആരാ ശോ. നീ ഇവിടെ എന്തെടുക്കടാ? 3 വർഷമായിട്ട് കാത്തിരിക്കുക നിന്റെ അമ്മ. എന്റെ മോൻ എപ്പോ എന്നെ കാണാൻ വരും എന്നും പറഞ്ഞ്. എന്തുവാടത്? അവിടുന്ന് ഹീറോ ആവെന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് സപ്ലയർ ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ നീ? അഭിനയം എന്ന് പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളല്ലേ? നീ ഉണ്ടാക്കിയതൊക്കെ മതി. വാ പോകാം. ഞാൻ വരില്ല മാമ. എടാ വേണു, എത്ര നാളെന്ന് കരുതി അവള് മാത്രം തനിച്ച് ആ കട നോക്കുന്നേ? ഒരാഴ്ചയോടെ കഴിഞ്ഞാ ബാങ്കുകാരന്മാർ തീർച്ചയായിട്ടും ആ കട കൊണ്ടുപോകുന്ന ഉറപ്പാ. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നേ. ഇത്രയും ദിവസവും നീ ഒന്നും കൊടുത്തില്ലെങ്കിലും ആ കടയുള്ളത് കൊണ്ടാ അവള് കഞ്ഞി കുടിച്ചു പോന്നേ. ഇപ്പൊ അതും കൂടെ പോയാ നിന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഈ സമയത്ത് നിന്റെ ലക്ഷ്യത്തെക്കാളും നിന്റെ അമ്മയുടെ മോനെ നിനക്ക് വലുത്. ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കും മോനെ. നീ നന്നാവില്ലടാ. ദൈവത്തിന് പോലും നിന്നെ മാറ്റാൻ പറ്റില്ല. ഛേ, ആവശ്യമുള്ളപ്പോൾ എന്നും നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് സർ. എടാ ഒരുപാടങ്ങ് ഊതല്ലേ. സാറിനോട് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കൂ സർ. അന്നത്തെ മോഷണവും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല സാറേ ഇവൻ. ആ സംഭവം ഇവൻ അറിഞ്ഞിരുന്നെങ്കിലേ അന്നേ നമ്മളോട് ഇവൻ പറഞ്ഞേനെ. നിന്റെ പേരിൽ FIR റെക്കോർഡായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ തെറ്റൊന്നും ചെയ്തേക്കരുത് കേട്ടോ. ഇനി നീ കുടുങ്ങിയാലേ സെൻട്രൽ ജയിൽ കാണേണ്ടി വരും. ഞാൻ കുടുങ്ങില്ല സർ. അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുടുങ്ങില്ലെന്ന് പറഞ്ഞാ സർ. എടാ എന്താ സർ? പോലീസുകാരോട് കളിച്ചാലുണ്ടല്ലോ പോയി കിടക്കാൻ ഒരടി മണ്ണ് പോലും കിട്ടില്ല. എനിക്കറിയാം സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഓഫീസിലോട്ടൊക്കെ വന്നാൽ എങ്ങനെയാ സർ? എനിക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ ഞാൻ ഉടനെ സാറിനെ അറിയിക്കാം. ശരിയല്ലേ സർ? ഓക്കെ സർ. ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാണ് സർ. അതുകൊണ്ട് ഒന്ന് ടോട്ടൽ എമൗണ്ട് 50,000 ആൻഡ് ചേഞ്ച് ഉണ്ടാവും. നിങ്ങളൊന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തേ. ചെക്കാണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ? 1 second. സർ, എംപ്ലോയി ID 7836. ഓക്കെ സർ. മാഡം, നിങ്ങൾ ബോസിനോട് സംസാരിച്ച ബെറ്റർ ആയിരുന്നു. നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. ഫൈനൽ സെറ്റിൽമെന്റ് റെസ്ട്രിക്ട് ചെയ്യണോ? എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ മാനേജർ? ചതിയായി പോയി കേട്ടോ. അയാളെ ഞാൻ വെറുതെ വിടില്ല. എടി ഇതെന്താ നിന്റെ തന്തയുടെ ഓഫീസാണെന്ന് കരുതിയോ? എന്താടി? സോറി സർ. നിന്റെ സോറി കോപ്പൊന്നും എനിക്ക് കേൾക്കണ്ട. ഒന്ന് ഇറങ്ങി പൊടിയോടുന്നത്. കുമാർ സർ, എന്താന്ന് പറ. ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. ഈ ഒരു പ്രാവശ്യം എന്നെ എക്സ്ക്യൂസ് ചെയ്തൂടെ സർ? പ്ലീസ് സർ, ഈ ജോലി ഇല്ലെങ്കിൽ വളരെ പാടാ സർ. ഒന്ന് മനസ്സിലാക്കൂ സർ. ഷീസ് മോണിക്ക. മോണിക്ക, ഷീസ് ബാനു. ഹായ്. അന്ന് നീ പോയ ഉടനെ നിന്റെ പണി ഞാൻ ഇവക്ക് കൊടുത്തു. എന്താ ഒരു ഹെൽപ്പിംഗ് എന്നറിയോ? അന്ന് നീ എന്നോട് സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ആലോചിച്ച് സംസാരിക്കണമായിരുന്നു. വലിയ സീത ചമഞ്ഞല്ലേ. എല്ലാം ഞാൻ മറന്നു നീ കരുതിയോ? ഈ മാളിലുള്ള എല്ലാവരോടും നിന്നെ കുറിച്ച് മൊത്തം ഞാൻ പറഞ്ഞടി. ഇവിടെ നിന്നല്ല, നിനക്ക് ഈ സിറ്റിയിൽ എവിടെ ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ നിനക്ക് ഇപ്പോ
ഇപ്പൊ ഞാൻ നിനക്ക് ചെയ്തു തരാടി ഒരുപാട് ഹെൽപ്പ്. ഇന്നാ നിന്റെ സർട്ടിഫിക്കറ്റ്. അന്നേ നിന്റെ മുഖത്തെടുത്ത് എറിയായിരുന്നു. എടുക്കടി, എടുത്തോണ്ട് പോടി. ഇനി എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടുപോരുത്. ഇനി നിനക്ക് ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടില്ല. ഇറങ്ങിപ്പോ. Get lost!